To view this video in English, please click the link given above. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന ചാപ്റ്ററാണ്. നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ പല ലെയേഴ്സ് ഉണ്ട് അല്ലേ? ഓരോ ലെയേഴ്സിനും ഡെൻസിറ്റി വ്യത്യാസമാണ്. നമ്മൾ മുകളിലേക്ക് പോകും തോറും ഡെൻസിറ്റി കുറഞ്ഞാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഡെൻസിറ്റി കൂടും. അതൊക്കെ. പക്ഷേ എന്നാലും ഈ അറ്റ്മോസ്ഫിയർ അങ്ങനെ ഒരേപോലെ നിൽക്കുകയാണോ? അല്ല. അതിൻ്റെ ആ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കാരണം പെട്ടെന്നൊരു വിൻഡ് വന്നു, ഒരു കാറ്റടിച്ചു, കുറേ എയറിനെ കൊണ്ടങ്ങ് പോയി, പുതിയ എയർ അവിടേക്ക് വന്നു. അല്ലെങ്കിൽ ചൂട് കൂടി, അപ്പോഴത്തെ മോളിക്യൂൾ പെട്ടെന്ന് പോയിട്ട് വേറെ കോൾഡ് എയർ വന്നു. അല്ലെങ്കിൽ തണുത്തിരിക്കുകയാണ്, അപ്പോൾ കുറച്ച് മൂവ്മെൻറ്റ് കുറവായിരിക്കും. പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണും. ഉച്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പകലൊക്കെ ആണെങ്കിൽ ധാരാളം ഡസ്റ്റ് പാർട്ടിക്കിൾ കാണും. രാത്രിയാകുമ്പോൾ അത്രയും കാണില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ അന്തരീക്ഷത്തിൽ മഴ പെയ്തു കഴിഞ്ഞെങ്കിൽ ഈർപ്പം കാണും, അതായത് ഹ്യൂമിഡിറ്റി, വാട്ടർ വേപ്പർ കൂടുതലായിരിക്കും. ചില സ്ഥലത്ത് അത് കുറവായിരിക്കും. പിന്നെ ചിലപ്പോൾ സ്മോക്ക് ഉണ്ടാകാം, പൊല്യൂഷൻ ഉണ്ടാകാം, മറ്റു പാർട്ടിക്കിൾസ് ഉണ്ടാകാം. അങ്ങനെ ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റേബിൾ അല്ല എന്ന് ഓർത്ത് വയ്ക്കുക. പല പാർട്ടിക്കിൾസ് അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കാണുന്ന പലതും അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തായിരിക്കില്ല കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്റ്റാറിനെ രാത്രി നോക്കുകയാണെങ്കിൽ ആകാശത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ സ്റ്റാർ നമ്മൾ കാണുന്നത് യഥാർത്ഥ പൊസിഷൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു പൊസിഷൻ അത് യഥാർത്ഥത്തിലുള്ള പൊസിഷനല്ല, സ്റ്റാർ അതിൻ്റെ താഴെയാണ്. അതേസമയം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർ എപ്പോഴും നമുക്ക് ഒരേപോലെ ലൈറ്റിൽ കാണില്ല. ചിലപ്പോൾ സ്റ്റാർ ഇങ്ങനെ തെളിഞ്ഞു വരും, പിന്നെ അങ്ങ് മങ്ങിപ്പോവും, പിന്നെ തെളിഞ്ഞു വരും, മങ്ങിപ്പോയി, ചിലപ്പോൾ കാണുകയില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാം അല്ലേ? അതെന്തുകൊണ്ടാണ്? അതെല്ലാം ഈ റിഫ്രാക്ഷൻ കൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ഭൂമിയുടെ സർഫസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമ്മുടെ സ്റ്റാർ. ഓക്കെ. അപ്പോൾ സ്റ്റാർ ഒത്തിരി ദൂരത്തായതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സിംഗിൾ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ്, അതായത് ഒരൊറ്റ പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം അത്രയും ദൂരെയുള്ള ഒരു പൊട്ട് പോലെയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലെ ഒരു ലൈറ്റായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ റെയറിൽ നിന്ന് വന്ന് പെട്ടെന്ന് അന്തരീക്ഷത്തിലോട്ട് കിടക്കുമ്പോൾ അത് ഡെൻസ് ആവും. അപ്പോൾ ഇവിടെ നോർമൽ ഉണ്ടെങ്കിൽ എന്താവും? കുറച്ചൊന്ന് ബെൻഡ് ആവും. അടുത്ത വീണ്ടും കണ്ടീഷൻ മാറി ഡെൻസറായി. ഇങ്ങനെ അത് ബെൻഡ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വന്ന് ബെൻഡ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ യഥാർത്ഥ പൊസിഷനിൽ നിന്ന് കുറച്ച് ഉയരത്തിലായിട്ടാണ് അതിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ആക്ച്വൽ പൊസിഷൻ. ഈ മേളിൽ കണ്ടതാണ് അപ്പറന്റ് പൊസിഷൻ. അത് യഥാർത്ഥ പൊസിഷൻ അല്ല, അത് നമുക്ക് തോന്നുന്ന ഒരു പൊസിഷനാണ്. ഓക്കെ. അപ്പോൾ അപ്പറന്റ് പൊസിഷനും ആക്ച്വൽ പൊസിഷനും മാറുന്നത് എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയറിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. അത് പല ലെയറിൽ കൂടി കടന്നു വരുമ്പോൾ ലൈറ്റ് റിഫ്രാക്ട് ചെയ്ത് ബെൻഡ് ചെയ്താണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് അപ്പറന്റ് പൊസിഷൻ വ്യത്യസ്തമായി കാണുന്നത്. ഇനി നക്ഷത്രത്തിനോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഫ്ലിക്കറിംഗ് ആണ്, അതായത് ട്വിങ്ക്ലിംഗ് ആണ്. ട്വിങ്ക്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മിന്നുന്നത് അല്ലേ? നക്ഷത്രങ്ങൾ മിന്നുന്നൊന്നും നമ്മൾ പഠിക്കുന്നത് ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പോയിന്റിൽ നിന്നുള്ള ഒരു ലൈറ്റായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡിൽ എൻ്റെ കണ്ണിലേക്ക് ആ ലൈറ്റ് വന്ന് പതിക്കുന്നു. അടുത്ത സെക്കൻഡിൽ ഈ കടന്നു വന്ന അറ്റ്മോസ്ഫിയർ മാറുമ്പോൾ അതിൻ്റെ റിഫ്രാക്ഷൻ മാറിയിട്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും. അപ്പോൾ അത് നല്ല ഷാർപ്പ് റേസ് എൻ്റെ കയ്യിൽ വരുന്നില്ല, കുറച്ച് റേസ് എൻ്റെ കണ്ണിൽ എത്തുന്നുള്ളൂ. അതിനടുത്ത നിമിഷം ഒരു റേ എത്തില്ല, അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയി. വീണ്ടും അത് എൻ്റെ കണ്ണിൽ പതിക്കുന്നു, കുറച്ച് പതിക്കുന്നു, അല്ലെങ്കിൽ പതിക്കുന്നില്ല. അതിനനുസരിച്ച് ബ്രൈറ്റ് ആവും, ഫെയിൻ്റ് ആവും, ചിലപ്പോൾ ഡിസപ്പിയർ ആവും, വീണ്ടും വരും. അപ്പോൾ ഇതാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയും എക്സ്പ്ലനേഷൻ എന്താ പറയേണ്ടത്? എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിൽ ഫിസിക്കൽ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റാറിനെ നമ്മളൊരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ടാണ് കരുതുന്നത്. അപ്പോൾ സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് കണ്ടിന്യൂസ് റിഫ്രാക്ഷന് വിധേയമാവുകയും അത് കണ്ണിൽ പതിക്കുന്നത് പല രീതിയിലാണ്. റേസ് വരുന്ന പാത്തിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയും നമ്മുടെ കണ്ണിൽ പതിക്കുന്ന രശ്മികൾ ചിലപ്പോൾ ബ്രൈറ്റർ ആയിട്ടും ചിലപ്പോൾ ഫെയിൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും തന്നെ പതിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കതിനെ ട്വിങ്ക്ലിംഗ് ആയിട്ട് കാണുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യം വരാം, പക്ഷേ പ്ലാനറ്റ് എന്തുകൊണ്ടാണ് ട്വിങ്കിൾ ചെയ്യാത്തതെന്ന്? നമ്മുടെ സ്റ്റാർസിനെ പോലെ തന്നെ മറ്റൊരു സെലസ്റ്റിയൽ ഓബ്ജക്റ്റാണ് പ്ലാനറ്റ്. പ്ലാനറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അവ സ്റ്റാർ വളരെ ദൂരെ ആയത് നമ്മൾ ഒരൊറ്റ പോയിന്റ് സോഴ്സാണ് കണക്കാക്കിയത്. പക്ഷേ പ്ലാനറ്റ് കുറച്ചും കൂടി ഭൂമിക്ക് അടുത്തായതുകൊണ്ട് നമുക്കതിനെ ഒരു വലിയ എക്സ്റ്റെൻഡഡ് സോഴ്സായിട്ടാണ് കാണുന്നത്.
അപ്പം അതിൻ്റെ പല പോയിന്റിൽ നിന്നും റേസ് ഇങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം ഒരു സമയം നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് ഇപ്പോൾ ആകെയുള്ള എല്ലാ റേസും നമ്മുടെ കണ്ണിൽ വന്നില്ലെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എപ്പോഴും കാണും. ഇപ്പോൾ ഒരു 50 എണ്ണം പതിച്ചു, 50 എണ്ണം പതിച്ചില്ല, അടുത്ത നിമിഷം വേറൊരു 50 എണ്ണം പതിക്കുന്നു, വേറൊരു 50 എണ്ണം പതിച്ചില്ല. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു എപ്പോഴും എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും അല്ലേ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു പേനേ ഉള്ളൂ, അത് എഴുതിയിട്ട് തീർന്നു മഷി തീർന്നു പോയാൽ നിങ്ങൾക്ക് പിന്നെ വേറെ പേനയില്ല. അതേസമയം നിങ്ങളുടെ കയ്യിൽ കുറേ പേനകൾ ഉണ്ടെങ്കിൽ ഒന്ന് തീർന്ന മറ്റൊന്ന് വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അതേപോലെ ഇവിടെ ഒരു ലൈറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഇവിടെ നിന്ന് ഒറ്റ സോഴ്സാണ്, അത് വന്നാൽ വന്നു വന്നില്ലെങ്കിൽ ഇല്ല. പക്ഷേ പ്ലാനറ്റിൽ കുറേ വന്നുകൊണ്ടിരിക്കുക, ചിലതെങ്കിലും വരും ചിലത് വരില്ല, അടുത്ത സമയം വരും അടുത്ത സമയം വരില്ല, അങ്ങനെ ആയാലും പക്ഷേ എപ്പോഴും നമ്മുടെ കണ്ണിൽ കുറച്ച് ലൈറ്റ്സ് പതിക്കും. അതുകൊണ്ടാണ് അതൊരു ഫ്ലിക്കറിംഗ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ട്വിങ്ക്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നാത്തത്. അപ്പോൾ പ്ലാനറ്റ്സിനെ നമ്മൾ എക്സ്റ്റെൻഡഡ് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. പ്ലാനറ്റ്സ് നക്ഷത്രത്തെക്കാൾ കണ്ണിനോട് നമ്മുടെ ഭൂമിയോട് അടുത്താണ്, അതുകൊണ്ട് തന്നെ അതിനെ എക്സ്റ്റെൻഡഡ് സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ടാണ് കരുതുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ അതിൽ കുറേ പോയിന്റ് സോഴ്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിന്റ് സോഴ്സിൽ നിന്നും വരുന്ന അതിൻ്റെ തോത് വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ മൊത്തത്തിലുള്ള ആവറേജ് 0 ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ലൈറ്റ് നമ്മുടെ കണ്ണിൽ പതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതേ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ സണ്ണ് ഈ രാവിലെ ഉദിക്കുന്നതിന് മുമ്പ് സണ്ണ് ഈ ഹൊറൈസൺ അതായത് ചക്രവാളത്തിന് താഴെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ സണ്ണിനെ ഇവിടെയായിട്ട് തോന്നും. അത് ഈ സ്റ്റാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അതേപോലെ വൈകിട്ട് ഇപ്പം 2 മിനിറ്റ്സ് നേരത്തെ നമ്മൾ സണ്ണിനെ കണ്ടു തുടങ്ങും, സണ്ണ് ആക്ച്വലി അവിടെ എത്തിയിട്ടില്ല. അതേപോലെ സെറ്റ് ചെയ്യുമ്പോഴും സണ്ണ് ഇവിടെ എത്തിയാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഇവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ്സ് ആഫ്റ്റർ സൺസെറ്റ് സൂര്യൻ അസ്തമിച്ച് 2 മിനിറ്റ് കഴിഞ്ഞാലും നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. ഇതും എന്താണ്, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു, റെയിൻബോയിൽ റിഫ്രാക്ഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചൂടുള്ള വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഫയറിൻ്റെ മുകളിൽ കൂടെ നോക്കുമ്പോൾ ഓബ്ജക്ട്സ് ഫ്ലിക്കറിങ് ആവുന്നതും റിഫ്രാക്ഷൻ കൊണ്ടാണ്. സ്റ്റാറിൻ്റെ അപ്പറൻറ്റ് പൊസിഷനും ആക്ച്വൽ പൊസിഷനും റിഫ്രാക്ഷനാണ്. സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്ന റിഫ്രാക്ഷനാണ്. പ്ലാനറ്റ്സ് ട്വിങ്കിൾ ചെയ്യാത്ത എന്തെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഏർലി സൺസെറ്റ് ആൻഡ് ഡിലേഡ് സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പും സൂര്യൻ അസ്തമിച്ച് 2 മിനിറ്റ് ശേഷവും നമുക്ക് സൂര്യനെ കാണാൻ കഴിയുന്നു. ടോട്ടൽ 4 മിനിറ്റ് ഒരു ദിവസം നമുക്ക് എക്സ്ട്രാ കിട്ടും, കാരണം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പ്രതിഭാസം പഠിക്കാം, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. സ്കാറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ചിതറിപ്പോവുക അല്ലേ. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മുത്തുമാല ഉണ്ടെങ്കിൽ അതറിയാതെ കയ്യിൽ നിന്ന് പോയി തറയിൽ വീണു അതിൻ്റെ ചരട് പൊട്ടിയാൽ ആ മുത്തെല്ലാം എന്ത് പറ്റും, സ്കാറ്റർ ആവും അല്ലെ, പല ദിശയിലേക്ക് ചിന്നി ചിതറുന്നതിനെയാണ് നമ്മൾ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിന് സ്കാറ്റർ ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ ലൈറ്റ് സ്കാറ്റർ ചെയ്യണമെങ്കിൽ എന്ത് പറ്റണം, ലൈറ്റ് എവിടെയെങ്കിലും പോയി ഇടിക്കണം. അപ്പോൾ ലൈറ്റ് ആരെയാണ് പോയി ഇടിക്കുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഡസ്റ്റ് ആകാം, മറ്റ് പാർട്ടിക്കിൾസ് ആകാം, സ്മോക്ക് ആവാം, ഇവരെല്ലാം ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. പക്ഷേ അത് പാർട്ടിക്കിളിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. അപ്പം നമ്മളൊരു ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ട് അതിൽ എന്ത് കാണില്ല, കൊളോയിഡൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് കാണില്ല. അതേസമയം കൊളോയിഡ് സൊല്യൂഷനിൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് അതിൽ വന്നിരിക്കുന്ന ലൈറ്റിനെ ചിതറിക്കുന്നത് കൊണ്ട് തന്നെ ആ വരുന്ന ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും. ലൈറ്റിൻ്റെ ആ ഒരു വഴി നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ടിൻഡൽ ഇഫക്റ്റ്. അപ്പോൾ ടിൻഡൽ ഇഫക്റ്റിന് കാരണം സ്കാറ്ററിങ് എന്ന ഫിനോമിനനാണ്, ചിന്നി ചിതറുന്ന ഫിനോമിനനാണ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ലൈറ്റ് ബെൻഡ് ചെയ്താൽ അത് റിഫ്രാക്ഷൻ, ലൈറ്റ് സ്പ്ലിറ്റ് ആയാൽ അത് ഡിസ്പേർഷൻ, ലൈറ്റ് ചിതറിയാൽ അത് സ്കാറ്ററിങ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ റെയിൻബോയിലൊക്കെ നമ്മൾ ഡിസ്പേർഷൻ സ്പ്ലിറ്റായി 7 കളേഴ്സ് ആയിട്ടാണ് കാണുന്നത്, അത് ഡിസ്പേർഷനാണ്. സ്കാറ്ററിങ് കൊണ്ട് നമുക്ക് ടിൻഡൽ ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ടിൻഡൽ ഇഫക്റ്റ് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. എൻ്റെ വീട്ടിൽ എനിക്ക് എല്ലാ ദിവസവും രാവിലെ അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഈ സ്മോക്കൊക്കെ വരുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ വന്ന് പതിക്കുമ്പോൾ ഈ സ്കാറ്ററിങ് നടക്കും. ഓക്കെ, അപ്പോൾ ഈ സ്കാറ്ററിങ് നടന്നിട്ട് എന്ത് പറ്റും, ഈ സ്മോക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ലൈറ്റ് വരുന്ന വഴി കാണാൻ പറ്റും. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ കൊച്ചിലെ ടിൻഡൽ ഇഫക്റ്റ് കാണിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ തൂക്കുകയൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഇങ്ങനെ രാവിലെയൊക്കെ ജനലിൽ കൂടെ ലൈറ്റ് വരുന്ന സമയം നമ്മൾ തൂത്താൽ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളപ്പോഴും നമുക്ക് ചിലപ്പോൾ പാത്ത് വിസിബിൾ ആയിട്ട് വരും.
പണ്ടൊക്കെ ഞങ്ങൾ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുമ്പോൾ പിറകിലായിരുന്നു പ്രൊജക്ടർ. അവിടെ നിന്ന് സ്ക്രീനിലേക്ക് ഇങ്ങനെ പ്രകാശം വരുമ്പോൾ അതിൽ നിറച്ച് ഈ ഡസ്റ്റ് അല്ലേ, തിയേറ്ററിലെ എത്രയും ആൾക്കാരൊക്കെ വരുമ്പോൾ ഡസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ പാത്ത് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം പറ്റില്ല, ഇപ്പം ഇവർ ഡിജിറ്റൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കൂടാതെ കാട്ടിനകത്തൂടെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ ലൈറ്റ് വന്ന് വീഴുന്നു. അവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് കാണാൻ കഴിയുന്നത്? അവിടെ ആരാണ് സ്കാറ്റർ ചെയ്യുന്നത്? കാട്ടിൽ പൊല്യൂഷൻ ഉണ്ടോ, ഡസ്റ്റ് ഉണ്ടോ? ഇല്ല, അവിടെ വാട്ടർ മോളിക്യൂൾസ് ആണ് അതിനെ സ്കാറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ പല കളേഴ്സ് ഉണ്ട് അല്ലേ, അപ്പോൾ പല ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ നമ്മുടെ റെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെഡ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ വേവ് നേച്ചറാണ്, ഇത് വലിയ വേവ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ പേര് വേവ് ലെങ്ത്. ഒരു വേവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വേവ് ലെങ്ത് കൂടുതലാണ്. ഓക്കെ, അതേസമയം ഇത് റെഡാണ്. നമ്മൾ ബ്ലൂവിൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ വയലറ്റിലേക്കൊക്കെ എത്തുമ്പോൾ ഈ വേവ് ലെങ്ത് കുറവാണ്. അപ്പോൾ കുറേ ഷോർട്ട് വേവ്സ് ആണ്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ പാർട്ടിക്കിൾ ഉണ്ടെങ്കിലും ഈ ബ്ലൂ ഒക്കെ അതിൽ തട്ടി ചെതറിപ്പോവും. അതേസമയം റെഡ് അതിന് പുറത്തോട്ട് ഇങ്ങനെ അങ്ങ് പോകും, കാരണം റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഓർത്തോളുക, ചെറിയ പാർട്ടിക്കിൾസ് ആരെ സ്കാറ്റർ ചെയ്യും? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിനെയൊക്കെ അങ്ങ് സ്കാറ്റർ ചെയ്ത് കളയും. അതേസമയം റെഡൊന്നും സ്കാറ്റേർഡ് ആവാതെ അങ്ങ് പോകും, ബിക്കോസ് അതിന് വേവ് ലെങ്ത് കൂടുതലാണ്. ഇനി വലിയ പാർട്ടിക്കിൾ ആണെങ്കിലോ, വലിയ പാർട്ടിക്കിളിന് റെഡും വയലറ്റും ഒന്നുമില്ല, എല്ലാത്തിനെയും അങ്ങ് സ്കാറ്റർ ചെയ്യും. പക്ഷേ എല്ലാവരും കൂടെ സ്കാറ്റർ ആയ പിന്നെ നമുക്ക് എന്ത് കളർ കാണും? വൈറ്റേ കാണുള്ളൂ. കാരണം ഈ 7 കളർ ചേർന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? വൈറ്റ്. അപ്പോൾ ഓർക്കുക, വലിയ പാർട്ടിക്കിളാണ് സ്കാറ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കാണും, ബിക്കോസ് ഓൾ 7 കളേഴ്സും സ്കാറ്റേർഡ് ഈക്വലി. ഇനി നമ്മൾ നല്ല ക്ലിയർ സ്കൈ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബ്ലൂ കളറിൽ കാണും അല്ലേ. സ്കൈയുടെ കളർ മാറിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ നോക്കും നല്ല ബ്ലൂ കളറായിട്ട് കാണും. അതെന്തുകൊണ്ടാണ് ആലോചിച്ചിട്ടുണ്ടോ? സ്കൈയിൽ ചെറിയ പാർട്ടിക്കിൾസ് ആണ്, ഈ ഡസ്റ്റോ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ്. അവ ഈ ബ്ലൂവിനെ അങ്ങ് സ്കാറ്റർ ചെയ്ത് കളയും. അപ്പോൾ അവിടെ ബ്ലൂ ചെതറിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായിട്ട് കാണും? ബ്ലൂ കളറായിട്ട് കാണും. ഓക്കെ, അപ്പോൾ ക്ലിയർ സ്കൈ എന്തുകൊണ്ടാണ് ബ്ലൂ ആയിട്ട് കാണുന്നത്? സ്മോളർ പാർട്ടിക്കിൾസ്, അറ്റ്മോസ്ഫിയറിലുള്ള സ്മോളർ പാർട്ടിക്കിൾസ് ബ്ലൂ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ആകാശം നീലയായിട്ട് കാണുന്നത്. പക്ഷേ നമുക്കറിയാം, പ്രഭാതത്തിൽ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ആകാശത്തിൻ്റെ കളർ എന്താ? ചുവപ്പ്, ചക്രവാളം ചുവന്നു എന്നൊക്കെ പറയും അല്ലേ. ചുവപ്പ്, ഓറഞ്ച്, യെല്ലോ ഷെയ്ഡാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഭൂമിയിൽ നിന്ന് മുകളിൽ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ഇവിടെ ബ്ലൂ സ്കാറ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സൂര്യ ഉദയ സമയത്ത് അല്ലെങ്കിൽ അസ്തമയ സമയത്ത് ഇത്രയും ഡിസ്റ്റൻസ് വരണം അല്ലെ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ബ്ലൂ ഒക്കെ സ്കാറ്റർ ആയി പോകും, പക്ഷെ അത് നമുക്ക് കാണാൻ പോലും പറ്റില്ല. അതിനു മുമ്പേ ബ്ലൂ ഒക്കെ അങ്ങ് നഷ്ടപ്പെടും. പക്ഷെ ആര് നമ്മുടെ കണ്ണിലെത്തും? റെഡ്. കാരണം റെഡിന് നല്ല വേവ് ലെങ്ത് ഉണ്ട്, അതിങ്ങനെ നമ്മുടെ കണ്ണ് വരെ സ്കാറ്റേർഡ് ആവാതെ എത്തുന്നത് കൊണ്ടാണ് നമുക്ക് റെഡ്, ഓറഞ്ച് ഒക്കെ കാണാൻ കഴിയും. മറ്റതെല്ലാം സ്കാറ്റേർഡായി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഉദയാസ്തമയ സമയത്ത് സൂര്യൻ ചുമപ്പായി കാണുന്നത് എന്തുകൊണ്ടാണ്? ചെറിയ വേവ് ലെങ്ത് ഉള്ള ബ്ലൂ പോലുള്ള കളേഴ്സ് എല്ലാം സ്കാറ്റർ ആയി പോവുകയും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള റെഡ് നമ്മുടെ കണ്ണുകളിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്തൊരു ചോദ്യം മനസ്സിലാക്കാം. റെഡിന് നമ്മുടെ കണ്ണിൽ എത്താൻ കഴിയുന്നു, കാരണം അതിന് വേവ് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെഡ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഡേഞ്ചർ സിഗ്നൽസിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഥകളിലൊക്കെ കേൾക്കാറുണ്ട്, ഒരു ട്രെയിനിന്റെ പാളമൊക്കെ തെറ്റുമ്പോൾ ആൾക്കാർ ചുമന്ന കളർ ഡ്രസ്സ് എടുത്ത് വീശിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേഞ്ചർ വരുമ്പോൾ അല്ലെങ്കിൽ സിഗ്നൽ റെഡ് കളറാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ബ്ലൂ കളർ ഡ്രസ്സോ അല്ലെങ്കിൽ വയലറ്റ് ഡ്രസ്സൊന്നും എടുത്ത് വീശാത്തത്? കാരണം അതെല്ലാം സ്കാറ്റർ ആയിപ്പോയി നമ്മുടെ കണ്ണിൽ എത്തില്ല. റെഡ് നല്ല വേവ് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ദൂരെ എത്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് റെഡ് ഡേഞ്ചർ സിഗ്നൽസ് ഉപയോഗിക്കുന്നത്. കാരണം റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് സ്കാറ്റേർഡ് ആയി പോകുന്നില്ല, വളരെ ദൂരെ വരെ എത്താൻ അതിന് സാധിക്കുന്നു. ഇനി ഈ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാതെ നമ്മുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഇരിക്കുമായിരുന്നു? അറ്റ്മോസ്ഫിയർ ഡാർക്ക് ആയി പോയനെ. കാരണം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ചെയ്യണമെങ്കിൽ പാർട്ടിക്കിൾസ് വേണം. ലൈറ്റ് സ്കാറ്റർ ആയില്ലെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്കൈ എന്തായിരുന്നേനെ? ഡാർക്ക് കളറായിട്ട് ഇരുന്നേനെ. ഇപ്പോഴും നമ്മൾ ഒത്തിരി ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്ന ഇപ്പോൾ സ്പേസ് ട്രാവലേഴ്സിനൊക്കെ അവിടെ ചെല്ലുമ്പോൾ എന്തായിട്ട് തോന്നും? ഡാർക്കായിട്ട്. കാരണം അവിടെ എന്തില്ല? പാർട്ടിക്കിൾസ് ഇല്ല, അറ്റ്മോസ്ഫിയറിക് സ്കാറ്ററിംഗും ഇല്ല. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് റിഫ്രാക്ഷൻ, അതിന്റെ ഫിനോമിന, പിന്നെ ഡിസ്പേർഷൻ, പിന്നെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അപ്പൊ ഏതിനെ സാധൂകരിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇത് ഷെയർ ചെയ്യുക, അവരും നിങ്ങളോടൊപ്പം പഠിക്കട്ടെ. ഒപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഡൗട്ടോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.